ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് വാഫിനകത്ത് കസ്റ്റം റെസ്പോൺസ് എങ്ങനെ കോൺഫിഗർ ചെയ്യാമെന്നാണ്. ബൈ ഡിഫോൾട്ട് ഒരു ബ്ലോക്ക് റിക്വസ്റ്റിന് 403 ഫോർവേഡ് എറർ ആയിരിക്കും ക്ലയൻറ്റിന് കിട്ടുന്നത്. പകരം നമുക്ക് എങ്ങനെ ഒരു കസ്റ്റം റെസ്പോൺസ് അയക്കാം, അല്ലെങ്കിൽ കസ്റ്റം റെസ്പോൺസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് EC2ൻ്റെ ഡാഷ്ബോർഡിലാണ്. അതേപോലെ തന്നെ ഒഹിയോ എന്ന് പറഞ്ഞ റീജിയനിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ EC2ൻ്റെ ഡാഷ്ബോർഡിൽ ലോഡ് ബാലൻസർ എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഞാനൊരു ലോഡ് ബാലൻസർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡെമോ വാഫ് ALB എന്നാണ് പേര്. അതേപോലെ തന്നെ എൻ്റെ സൈറ്റ് ഇപ്പോൾ വർക്കിംഗ് ആണ്. വെൽക്കം മൈ ഡെമോ വെബ്സൈറ്റ് എന്നാണ് എൻ്റെ ഇത് കണ്ടൻ്റ് ഉള്ളത്. ലിസണറിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഫിക്സ്ഡ് റെസ്പോൺസാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എഡിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ റെസ്പോൺസ് ഞാനൊരു HTML ബേസിക് കോഡ് ഞാൻ നെറ്റിൽ നിന്ന് കിട്ടിയ ഒരു കോഡാണ്, അത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇട്ട് മാത്രമേ ഉള്ളൂ. നമുക്ക് ഏത് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ പ്ലെയിൻ ടെസ്റ്റോ അല്ലെങ്കിൽ പ്ലെയിൻ ടെസ്റ്റ് HTML ഫോർമാറ്റാണ് ഞാൻ അവിടെ ചൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സൈറ്റ് ഹോസ്റ്റ് ചെയ്തു. ഞാൻ ഇൻസ്റ്റൻസ് ഒന്നുമില്ല, ALBയിൽ തന്നെ ജസ്റ്റ് പറഞ്ഞു കൊടുത്തു, ഒരു സൈറ്റിൻ്റെ കണ്ടൻറ്റ് ഞാൻ പറഞ്ഞു കൊടുത്തു. അതേപോലെ ഇൻ്റഗ്രേറ്റഡ് സർവീസിൽ വന്നു കഴിഞ്ഞാൽ വാഫ് ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഡെമോ വാഫ് എന്നാണ് അതിൻ്റെ പേര്. വാഫിൻ്റെ കൺസോളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതാണ് എൻ്റെ ഡെമോ വാഫ് എന്ന് പറയുന്നതാണ് എൻ്റെ ACL. ഞാൻ ഒഹിയോ എന്ന് പറഞ്ഞ സെയിം റീജിയനിൽ തന്നെയാണ് അതും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി IP സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു റൂൾ ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജിയോ ലൊക്കേഷൻ കൺട്രി ബേസ് ചെയ്ത് ബ്ലോക്ക് ചെയ്യാനായിട്ടാണ് ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്താൽ കാണാൻ പറ്റും നമുക്ക്. ഞാൻ US ആണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. US എന്നുള്ള ആക്സസ് എല്ലാം ബ്ലോക്ക് ചെയ്യാനായിട്ടാണ് ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ കസ്റ്റമർ റെസ്പോൺസ് എന്ന് ഇതുവരെ എഴുതിയിട്ടില്ല. നമുക്കാദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് കസ്റ്റമർ റെസ്പോൺസ് എഴുതാം. ഇപ്പോൾ ACL തന്നെ വരിക. ഇപ്പോൾ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓൾറെഡി ഞാനിപ്പോൾ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അതിൻ്റെ ലോഗ്സാണ് ഈ വന്നിരിക്കുന്നത്. നമുക്ക് പാസ്റ്റ് 3 hours ലോഗ് ഇവിടെ കാണിക്കത്തുള്ളൂ. അതേപോലെ നമുക്ക് ആദ്യം തന്നെ ജസ്റ്റ് പുതിയൊരു ഫീച്ചർ വാഫിൽ വന്നിട്ടുണ്ട്. വെർഷനിങ് എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ട്. അതായത് മാനേജർ റൂൾസിൽ നമുക്ക് വെർഷനിങ് എനേബിൾ ചെയ്യാൻ ഓൾറെഡി എനേബിൾ ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഡിഫോൾട്ടും ഉണ്ട്, പ്രീവിയസ് വെർഷനും ഉണ്ട്. നമുക്കിപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രീവിയസ് വെർഷനിലേക്ക് മൂവ് ചെയ്യാവുന്നതാണ്. അങ്ങനത്തെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ജസ്റ്റ് വായിച്ച് നോക്കുക, നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ വാഫിനകത്ത് വന്നു കഴിഞ്ഞാൽ റൂൾസ് ഞാനിപ്പോൾ ഒരു മാനേജർ റൂൾസ് ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. കോർ റൂൾസ് ആയിട്ടാണ് എനേബിൾ ചെയ്തത്. അത് സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ മുകളിൽ കാണാൻ പറ്റും വെർഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. അവിടെ ഡിഫോൾട്ടും ഉണ്ട്, പ്രീവിയസ് വെർഷനും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ വെർഷനായിട്ട് ആയിക്കഴിഞ്ഞാൽ പുതിയതായിട്ട് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഡിഫോൾട്ടിൽ ജസ്റ്റ് എല്ലാം ബ്ലോക്ക് മാറ്റി കൗണ്ട് മോഡിലേക്ക് മാറ്റിയിട്ട് ഞാൻ സേവ് ചെയ്തു. ഇപ്പോൾ ഞാനിപ്പോൾ കൗണ്ട് മോഡിലാണ് ഇപ്പോൾ അത് കിടക്കുന്നത്. ഇനി വേണ്ട, എനിക്കതിനകത്ത് വർക്ക് ചെയ്യുന്നില്ല, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ പഴയ വെർഷനിലേക്ക് മാറ്റാം. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരുവാണ്. ഒരു പഴയ വെർഷനിലേക്ക് എനിക്ക് കിട്ടുകഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാം ബ്ലോക്ക് മോഡിൽ തന്നെയാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇനി നമുക്ക് ഇത് വെച്ച് വർക്ക് ചെയ്യാം. അപ്പോൾ പുതിയ വെർഷനിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രീവിയസ് വെർഷൻ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, മറ്റേത് ഫിക്സ് ചെയ്യുന്നത് വരെ. അതിന് വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് വെർഷനിങ്. അപ്പോൾ അത് അത്യാവശ്യം യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. ഈ പുതിയൊരു ഫീച്ചർ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഷോ ചെയ്താണ്, പറഞ്ഞതാണ്. നമ്മൾ ഇന്ന് ചെയ്യുമ്പോൾ കസ്റ്റമർ റെസ്പോൺസ് ബോഡിയാണ്. അതായത് ഒരു റിക്വസ്റ്റ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 403 ഫോർവേഡ് ആയിരിക്കും പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ കസ്റ്റമർ റെസ്പോൺസ് കൊടുക്കുക എന്നുള്ളതാണ് ഇന്ന് പറയാനായിട്ട് പോണത്. അപ്പോൾ ഓൾറെഡി അവർ പുതിയൊരു ഫീച്ചർ March 29, 2021 അനൗൺസ് ചെയ്തിട്ടുണ്ട്, കസ്റ്റമർ റെസ്പോൺസ് കൊടുക്കുക എന്നുള്ളത്. ബൈ ഡിഫോൾട്ട് നിങ്ങളിത് വായിച്ച് നോക്കുക. ബൈ ഡിഫോൾട്ട് 403 ഫോർവേഡ് ആയിരിക്കും അത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലയൻറ്റിന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കസ്റ്റം പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് പറഞ്ഞു കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് റീഡയറക്റ്റ് ചെയ്യിക്കാം വേറെ ഏതെങ്കിലും പേജിലേക്ക്. അതുപോലെ നമുക്കിതിനകത്ത് താഴത്ത് പറയുന്നുണ്ട് ഏതൊക്കെ കസ്റ്റം സ്റ്റാറ്റസ് കോഡ് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതും പറയുന്നുണ്ട്. ഇതൊക്കെയാണ് സപ്പോർട്ടഡ് ആയിട്ടുള്ള കസ്റ്റം കോഡുകൾ. HTTP കോഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഏതാണെന്ന് യൂസ് ചെയ്യാം. ഞാൻ 2 യൂസ് കേസാണ് കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന് റീഡയറക്ഷനും, പിന്നെ ഒന്ന് കസ്റ്റം അതായത് നമ്മുടെ കസ്റ്റം പേജും ക്ലയൻറ്റിന് കിട്ടുന്ന രീതിയിൽ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങളത് വായിച്ച് നോക്കുക. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് നമ്മുടെ ആ ക്ലയൻറ്റിന് എന്ത് റിക്വസ്റ്റാണ്, എന്ത് ടൈപ്പ് റിക്വസ്റ്റ് റിട്ടേൺ കൊടുക്കണം, എന്തുകൊണ്ടാണ് ബ്ലോക്ക് ചെയ്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും.
ഹെഡർ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്യാനും അലോ ചെയ്യാനും റീഡയറക്റ്റ് ചെയ്യാനും എല്ലാം പറ്റും. ഇതതിൻ്റെ ഒരു യൂസ് കേസാണ്. നമുക്ക് ഇതിനകത്ത് പറയുന്നത് സെൻഡിങ് എ നോൺ ഡിഫോൾട്ട് സ്റ്റാറ്റസ് കോഡ് ബാക്ക് ടു ക്ലയൻറ്റ്, അതേപോലെ തന്നെ നമുക്ക് എറർ ബാക്ക് ടു ക്ലയൻറ്റ് കൊടുക്കാം, സെൻഡിങ് എ സ്റ്റാറ്റിക് എറർ പേജ് കൊടുക്കാനായിട്ട് പറ്റും, റീഡയറക്റ്റിങ് ചെയ്യാൻ പറ്റും ഏതെങ്കിലും ഒരു HTTP കോഡ് വെച്ചിട്ട്. അല്ലെങ്കിൽ നമുക്ക് ALB ആയിട്ട് നമുക്ക് വേണമെങ്കിൽ വേറെ ഇപ്പോൾ USC എന്നുള്ള അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ജസ്റ്റ് ഡോക്യുമെൻ്റ് ഒന്ന് ആദ്യം റീഡ് ചെയ്ത് നോക്കുക. ഞാനപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് തന്നെ ഞാനൊരു യൂസ് കേസ് ചെയ്യാനായിട്ട് പോകുന്നത്, ഞാൻ ഓൾറെഡി IP സെറ്റ് കുറച്ച് എൻ്റെ ഒരു ഡെമോക്ക് വേണ്ടി കുറച്ച് IP ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ റൂൾ ഗ്രൂപ്പിൽ ഞാൻ US വെച്ചിട്ടൊരു കൺട്രി ബേസ് ബ്ലോക്കും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ACL തന്നെ പോവാം. അതേപോലെ തന്നെ ACL ലെവലും നമുക്ക് കസ്റ്റമർ റെസ്പോൺസ് ബോഡി കൊടുക്കാനായിട്ട് പറ്റും. അതേപോലെ ബ്ലോക്ക് ലെവലും റൂൾ ലെവലും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. നമുക്ക് ഫസ്റ്റ് ACL ലെവൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അവിടെ കസ്റ്റമർ റെസ്പോൺസ് ബോഡി എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ട്. അവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അപ്പോൾ എന്തെങ്കിലും ഒരു നെയിം കൊടുക്കുക. ഞാനപ്പോൾ ഒരു ACL എന്തെങ്കിലും ഒരു നെയിം കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് താഴത്ത് കണ്ടൻറ് ടൈപ്പ് JSON HTML പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ട്, ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യുക. അതിൻ്റെ ബോഡി താഴത്ത് പറഞ്ഞു കൊടുക്കുക. ഞാനപ്പോൾ ACL കസ്റ്റം ബോഡി എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അതെല്ലാം ഞാൻ പ്ലെയിൻ ടെക്സ്റ്റാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒരു മാറ്റർ അവിടെ കണ്ടന്റ് ഞാൻ ടൈപ്പ് ചെയ്യുവാണ്. അപ്പോൾ എന്തെങ്കിലും മാറ്റർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ദിസ് ഈസ് ഫ്രം കസ്റ്റം ലെവൽ എന്ന് എന്തെങ്കിലും കൊടുക്കുവാണ്. എന്നിട്ട് ഞാൻ സേവ് ചെയ്യുവാണ്. അപ്പോൾ ഇത് ACL ലെവലാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. കണ്ടൻറ് ടൈപ്പ് ടെക്സ്റ്റ് പ്ലെയിൻ ആണ്. അപ്പോൾ എൻ്റെ ഇപ്പോൾ റൂൾസിൽ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി ALBയും അറ്റാച്ച്ഡ് ആണ്. ഇപ്പോൾ റൂൾസിൽ വന്നു കഴിഞ്ഞാൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ആക്ഷൻ അലവ് ആണ്. അലവ് ആണെങ്കിൽ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അവർ പറയുന്നുണ്ട് HTTP ഹെഡർ അങ്ങനെയുള്ള കാര്യങ്ങളെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവർ അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ബ്ലോക്ക് ആണെങ്കിലാണ് നമുക്ക് കസ്റ്റം പേജും അല്ലെങ്കിൽ റീഡയറക്ഷനൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് അങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് വരുള്ളൂ. ബൈ ഡിഫോൾട്ട് ACL നമ്മൾ ഡിഫോൾട്ട് ആക്ഷൻ അലോ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ റൂളിൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് അലോയിൽ തന്നെ നമുക്ക് ജസ്റ്റ് ബ്ലോക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് റീഡയറക്ഷൻ ഈ ഹെഡർ HTTP ഹെഡറിൻ്റെ വെച്ച് നിങ്ങൾക്ക് കുറേ കാര്യങ്ങളിവിടെ ചെയ്യാനായിട്ട് പറ്റും. അത് ലിങ്ക് ചെയ്ത് ഇപ്പോൾ കൺട്രി ചെക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ALBയിൽ നമുക്ക് USC നിന്നാണ് USലേക്ക് അങ്ങനെ എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഡിഫോൾട്ട് ആക്ഷൻ അലോ ആയതുകൊണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റീഡയറക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ബ്ലോക്ക് ആണെങ്കിൽ നമുക്കിവിടെ റിക്വസ്റ്റ് റെസ്പോൺസ് ബോഡി കൊടുക്കാമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാനത് എനേബിൾ ചെയ്തു. ഞാനിപ്പോൾ ഇവിടെ റെസ്പോൺസ് കോഡ് 302 എന്ന് പറഞ്ഞ് കൊടുത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് റീഡയറക്റ്റ് ചെയ്യിക്കുകയാണ്. അല്ലെങ്കിൽ വേണ്ട, നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത കസ്റ്റം ബോഡി കൊടുക്കാം. അപ്പോൾ സ്റ്റാറ്റസ് കോഡ് നിങ്ങളിത് നോക്കിയിട്ട് നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് കൊടുക്കുക. ഞാൻ 302 ആണ് കൊടുക്കുന്നത്. കൊടുത്തു. നിങ്ങൾക്ക് ഹെഡർ വേണമെങ്കിൽ ഹെഡർ കൊടുക്കാം, റീഡയറക്ഷൻ വേണമെങ്കിൽ അവിടെ കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ACL, അതായത് എൻ്റെ ബ്ലോക്ക് ആണെങ്കിൽ ACL ലെവലിൽ ബ്ലോക്ക് ആണെങ്കിൽ ഈ കസ്റ്റം ബോഡിയാണ് എനിക്ക് വേണ്ടത്. ബൈ ഡിഫോൾട്ട് 403 ഫോർവേഡ് ആണ് കിട്ടുന്നത്. നമുക്കിത് കൊടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്യാം ഈ കണ്ടൻറ്റാണ് വരുന്നതെന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്തു. താഴത്ത് കാണാം സ്റ്റാറ്റസ് കോഡ്. റൂളിൻ്റെ അവിടെ തന്നെ പോയി കഴിഞ്ഞാൽ താഴത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. താഴത്തെ കസ്റ്റമർ റെസ്പോൺസ് ബ്ലോക്കാണ് ആക്ഷൻ ആണെങ്കിൽ 302 കൊടുക്കുക. അതേപോലെ റെസ്പോൺസ് ബോഡി ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മളിവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് URL ജസ്റ്റ് റിഫ്രഷ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ കൊടുത്ത കണ്ടൻറ്റാണ് അവിടെ കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ബ്ലോക്ക് ചെയ്തു, പക്ഷേ 403 വരുന്നില്ല. പകരം ഞാൻ കൊടുത്ത കണ്ടൻറ്റാണ് അവിടെ കാണിക്കുന്നത്. ഞാനിപ്പോൾ തിരിച്ചിടുവാണ്, അലോ തന്നെ ചെയ്യുവാണ്. ഞാനിവിടെ ACL ലെവൽ എനേബിൾ ചെയ്യുന്നില്ല. പകരം റൂൾ ലെവലാണ് ഞാനത് എനേബിൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഞാനിപ്പോൾ അത് അലോയിലേക്ക് തന്നെ പഴയ ഇതിലേക്ക് തന്നെ മാറ്റി സേവ് ചെയ്തു. ഇപ്പം എൻ്റെ അലോ ഡിഫോൾട്ട് ആക്ഷൻ അലോ ആണ്. അപ്പോൾ ഞാൻ റിഫ്രഷ് ചെയ്ത് വേണം, കുറച്ച് ടൈം എടുക്കും അത് അപ്ലൈ ആകാനായിട്ട്. ഇപ്പം എൻ്റെ റെഡി ആയിട്ടുണ്ട്. പഴയ പേജ് തന്നെ ഇപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്. നമുക്കിനി റൂൾ ലെവൽ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓൾറെഡി 3 റൂൾ ഞാൻ അറ്റാച്ച്ഡ് ആണ്. ഞാൻ ജിയോ ലൊക്കേഷനിലാണ് ഇതെല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നില്ലെങ്കിൽ നമുക്കൊരു ഫ്രഷ് റൂൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കിത് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഓൾറെഡി റൂൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. എഡിറ്റ് എടുത്തതിന് ശേഷം
താഴത്തേക്ക് വന്നിട്ട് നമുക്ക് കൊടുക്കാം. ഇവിടെ ആക്ഷൻ ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് കസ്റ്റം റെസ്പോൺസ് എനേബിൾ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് എനേബിൾ ചെയ്യാം. അത് നിങ്ങളുടെ റൂള് ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് വേണം ഇത് എനേബിൾ ചെയ്യാനായിട്ട്. ഒന്നില്ലെങ്കിൽ എല്ലാ റൂളിലും നിങ്ങൾക്ക് കസ്റ്റമർ റെസ്പോൺസ് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഫസ്റ്റ് ഒരു യൂസ് കേസ് എന്ന് വെച്ചാൽ കസ്റ്റമർ റെസ്പോൺസ് കോഡാണ്. അതായത് ഞാൻ റീഡയറക്റ്റ് ആണ് ചെയ്യിക്കാനായിട്ട് പോകുന്നത്. ഒരു റിക്വസ്റ്റ് വന്നു, അതായത് റേറ്റ് ബേസ്ഡ് റൂളല്ല, ഞാനിത് നെറ്റിൽ നിന്ന് കിട്ടിയൊരു ഡയഗ്രാമാണ്. റേറ്റ് ബേസ്ഡ് അല്ല ഞാൻ ചെയ്യുന്നത്. ജിയോ ലൊക്കേഷൻ ബ്ലോക്ക് വരുമ്പോൾ അതിനൊരു റീഡയറക്ഷൻ വേണം, ഒരു പേജിലേക്ക് തന്നെ റീഡയറക്റ്റ് ചെയ്യിക്കുക. അതാണ് ഞാൻ ബ്ലോക്ക് ആണെങ്കിൽ, അതാണ് ഫസ്റ്റ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഞാൻ നേരെ റൂൾ ഗ്രൂപ്പിലേക്ക് തന്നെ വരുവാണ്. ഓൾറെഡി ഞാനൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം, ജസ്റ്റ് കാണിക്കാൻ വേണ്ടി. ഞാൻ ജസ്റ്റ് എന്തെങ്കിലും ഒരു നെയിം കൊടുക്കുന്നു, ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും ഒരു നെയിം കൊടുക്കുന്നു, ഓഹിയോ റീജിയൻ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് അടിക്കുക. റൂൾ ആഡ് ചെയ്യണം. പ്രീവിയസ് റൂൾ ആഡ് ചെയ്ത് എന്തെങ്കിലും റൂൾ കൊടുക്കുക. അപ്പോൾ റൂൾ ആഡ് ചെയ്യുന്ന ടൈമിലാണ് നമുക്ക് ഈ റെസ്പോൺസ് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ. അപ്പോൾ എന്തെങ്കിലും ഒരു കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് കൺട്രി ലൊക്കേഷൻ തന്നെ കൊടുക്കുവാണ്. അവിടെ എന്തെങ്കിലും കൺട്രി ചൂസ് ചെയ്യുക. ഞാൻ ഇന്ത്യ എന്തെങ്കിലും ചൂസ് ചെയ്യുകയാണ്. എന്തെങ്കിലും ചൂസ് ചെയ്യുക. ബ്ലോക്കാണ് ആക്ഷൻ ബ്ലോക്ക് ആണെങ്കിൽ കസ്റ്റമർ റെസ്പോൺസ് എനേബിൾ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഒന്നില്ലെങ്കിൽ റീഡയറക്ഷനോ അല്ലെങ്കിൽ ഹെഡർ വെച്ചിട്ട് റീഡയറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ബോഡി നമുക്ക് സ്റ്റാറ്റിക് പേജ് നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ റീഡയറക്ഷൻ ആണെങ്കിൽ ലൊക്കേഷൻ കൊടുത്തിട്ട് HTTP ഹെഡറിൻ്റെ ലൊക്കേഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു URL കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തേക്ക് റീഡയറക്റ്റ് ആവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഗൂഗിളിലേക്ക് പോകണമെന്ന് വെച്ചാൽ ഗൂഗിളിൻ്റെ URL ഇവിടെ പറഞ്ഞു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ബോഡി പറഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഞാൻ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അതിൽ തന്നെയാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ഒരു ഫ്രഷ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി നേരത്തെ ക്രിയേറ്റ് ചെയ്ത റൂളിൽ തന്നെയാണ് എഡിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ റൂൾ ആദ്യം സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്തപ്പോൾ തന്നെ അവിടെ സ്റ്റാറ്റസ് കോഡാണ്, ഞാൻ റീഡയറക്ഷനാണ് പറഞ്ഞു കൊടുത്തത്. അതിനകത്ത് അവിടെ വന്നിട്ടുണ്ട്. കസ്റ്റമർ റെസ്പോൺസ് ബോഡി ഒന്നും ഞാൻ പറഞ്ഞു കൊടുത്തുള്ള, ഞാനത് ജിയോ ലൊക്കേഷനിലാണ് ഞാൻ റൂൾ ഗ്രൂപ്പിലാണത് പറയാനായിട്ട് പോകുന്നത്. അതുപോലെ വേറെ അലോ ആണെങ്കിൽ അതിന് അവർ പറയുന്നുണ്ട്, കണ്ടീഷൻസ് പറയുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഹെഡർ മാത്രമേ പറഞ്ഞു കൊടുക്കാനായിട്ടുള്ളൂ അലോനും അതുപോലെ തന്നെ കൗണ്ടിനും. ഹെഡർ വെച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് തന്നെ കൊടുക്കുക. ഞാനിപ്പോൾ ജിയോ ലൊക്കേഷൻ തന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് ചൂസ് ചെയ്ത് ഓൾറെഡി AC അറ്റാച്ച്ഡ് ആണ് ആ ജിയോ ലൊക്കേഷൻ. ഞാനത് സെലക്ട് ചെയ്തതിന് ശേഷം എഡിറ്റ് കൊടുക്കുക. അവിടെ പേജെല്ലാം ഇപ്പോൾ എൻ്റെ വർക്കിംഗ് ആണ്. ഞാനത് എഡിറ്റ് ചെയ്തതിന് ശേഷം ജിയോ ലൊക്കേഷൻ ഇപ്പോൾ US ആണ് കിടക്കുന്നത്, ഞാൻ ഇന്ത്യ ആഡ് ചെയ്യുവാണ്. ഞാനിപ്പോൾ ഇന്ത്യയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ നിന്ന് വരുമ്പോൾ അത് ബ്ലോക്ക് ചെയ്യണം. ആക്ഷൻ ബ്ലോക്കാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഞാനിവിടെ എനേബിൾ ചെയ്യുവാണ്. റെസ്പോൺസ് ഫസ്റ്റ് റീഡയറക്ഷനാണ്. 302 കൊടുത്തിട്ട് ഞാൻ ഹെഡർ വെച്ചിട്ട് ഞാൻ റീഡയറക്റ്റ് ചെയ്യിക്കുവാണ്. അപ്പോൾ ഞാൻ ലൊക്കേഷൻ HTTP ഹെഡർ ലൊക്കേഷൻ കീ കൊടുത്തതിന് ശേഷം വാല്യൂവിൻ്റെ അവിടെ ഞാൻ ഏതെങ്കിലും ഒരു URL ഞാൻ ഗൂഗിളിലേക്ക് തന്നെ റീഡയറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇന്ത്യയിൽ നിന്ന് ആരെങ്കിലും ഈ സൈറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആക്സസ് ചെയ്യുമ്പോൾ ബ്ലോക്ക് ആയിരിക്കും. ഫോർവേഡിന് പകരം ഗൂഗിളിലേക്ക് റീഡയറക്റ്റ് ചെയ്യിക്കും. ഞാൻ സേവ് കൊടുത്തു. ഇപ്പോൾ എൻ്റെ ആടായിട്ടുണ്ട് 30 സ്റ്റാറ്റസ് കോഡ് 302 ആണ് ഞാൻ കൊടുത്തിരിക്കുന്ന കസ്റ്റമർ റെസ്പോൺസ് ബോഡി ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓൾറെഡി AC അറ്റാച്ച്ഡ് ആണ്, പക്ഷെ ഇവിടെ നമുക്കിത് കാണാനായിട്ട് പറ്റത്തില്ല. ACL ലെവലിൽ ചെയ്താൽ മാത്രമേ നമുക്കിവിടെ കാണാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ ഇവിടെ വരേണ്ടതാണ്. ഓക്കെ, നമുക്കെന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആ റൂളിനകത്ത് പോയാലും അതൊന്നും കാണുന്നില്ല. നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് ഗൂഗിളിലേക്ക് റീഡയറക്റ്റ് ചെയ്യണമെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് റിഫ്രഷ് ചെയ്യാണ്. ഇപ്പോൾ ഞാൻ ആ URL കോൾ ചെയ്തപ്പോൾ നേരെ ഗൂഗിളിലേക്ക് റീഡയറക്റ്റ് ആയി പോയി.
നമുക്ക് ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും മെയിൻ്റനൻസ് പേജ് എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തൊക്കെ വേണമെങ്കിൽ ആ URL നമുക്ക് റീഡയറക്ഷൻ ഇതേപോലെ കൊടുക്കാവുന്നതാണ്. ഞാൻ ഒന്നുകൂടി കോപ്പി മറ്റേ ALBയുടെ സ്ട്രിങ് കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യുകയാണ്. അതും ഗൂഗിളിലേക്കാണ് റീഡയറക്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ സെനാരിയോ ഞാൻ റീഡയറക്ഷനാണ് അപ്പോൾ കാണിച്ചത്. അപ്പോൾ നിങ്ങളുടെ പേജ് ഏതെങ്കിലും കസ്റ്റം പേജ് എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് റീഡയറക്ഷൻ കൊടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് കസ്റ്റം പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് അടുത്ത് നോക്കാം. അപ്പോൾ അടുത്തത് നമുക്ക് ഒരു കസ്റ്റം പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് നമുക്ക് കസ്റ്റം എറർ പേജ് ക്രിയേറ്റ് ചെയ്യാം. അതിനകത്തേക്ക് നമുക്ക് എങ്ങനെ റീഡയറക്റ്റ് ചെയ്യിക്കാമെന്നാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെയും റേറ്റ് ബേസ്ഡ് അല്ല, സെയിം റൂൾ ഗ്രൂപ്പ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ജിയോ ലൊക്കേഷൻ്റെ. അതിനകത്ത് ഞാൻ HTTP കോഡ് 307 കൊടുത്തിട്ട് ഒരു കസ്റ്റം റെസ്പോൺസ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് ഫോർവേഡിന് പകരം കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് അപ്പോൾ ജിയോ ലൊക്കേഷൻ തന്നെ സെലക്ട് ചെയ്യുവാണ്. ബോഡി ഉണ്ട്, അവിടെ ക്രിയേറ്റ് കസ്റ്റം റെസ്പോൺസ് ബോഡി എന്നുള്ളത് കൊടുക്കുക. നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ റെസ്പോൺസ് ബോഡി ഒബ്ജക്റ്റ് നെയിം എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ജിയോ എറർ പേജ് അങ്ങനെ എന്തെങ്കിലും ലൊക്കേഷൻ എന്തെങ്കിലും കൊടുക്കുവാണ്. എന്നിട്ട് കണ്ടൻറ് ടൈപ്പ് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. JSON, HTML, പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ട്. ഞാൻ പ്ലെയിൻ ടെക്സ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു കണ്ടൻറ്റ് ഞാൻ ടൈപ്പ് ചെയ്തു, എന്നിട്ട് സേവ് കൊടുക്കുക. അതായത് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ ഞാൻ ഓൾറെഡി റൂളിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ബ്ലോക്ക് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഇന്ത്യയിൽ നിന്നായതുകൊണ്ട് നിങ്ങളുടെ ഇത് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന പറഞ്ഞ് ക്ലയൻറ്റിന് ജസ്റ്റ് ഒരു മെസ്സേജ് കിട്ടും ആ ബ്രൗസറിൽ തന്നെ. നമുക്കത് നോർമലി 403 ആണ് കിട്ടുന്നത്. നമുക്ക് നേരെ ഓവർവ്യൂവിൽ വന്നിട്ട് ആ റൂള് എഡിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇന്ത്യ ഓൾറെഡി ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ബ്ലോക്കാണ് ഞാൻ കൊടുത്തത്. ഇന്ത്യയിൽ നിന്നുള്ളവർക്കെല്ലാം ബ്ലോക്ക് ആയിരിക്കും. അതേപോലെ എനേബിൾ ഇപ്പോൾ ഞാൻ നേരത്തെ റീഡയറക്ഷൻ പറയാൻ വേണ്ടി എനേബിൾ ചെയ്തിരുന്നു. ഡിസേബിൾ ചെയ്യണമെങ്കിൽ ആ ടിക്ക് എടുത്ത് മാറ്റി ഞാൻ ഡിസേബിൾ ആയിക്കോളും. നമുക്ക് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം സൈറ്റ് ലോഡ് ആവുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്യാം. ഫോർവേഡനാണ് ഇപ്പോൾ കിട്ടേണ്ടത്, ബ്ലോക്ക് ആയതുകൊണ്ട് നമുക്ക് ആദ്യം ഒന്ന് അത് നോക്കാം. ഞാനിപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് ആക്സസ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് ഫോർവേഡനായിരിക്കും നോർമലി കിട്ടുന്നത്. നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം പേജ് എടുത്തിട്ട്. ഞാനിപ്പോൾ സേവ് ചെയ്തെല്ലാം കഴിഞ്ഞു. ഞാനിപ്പോൾ പേജ് എടുത്തിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്യുവാണ്. ഇത് നേരത്തെ റീഡയറക്ഷൻ കിടക്കണം, കുറച്ച് ടൈം എടുക്കും. നമുക്ക് ഒന്നുകൂടി റിഫ്രഷ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ എനിക്ക് 403 ഫോർവേഡനാണ് ഇപ്പോൾ എനിക്ക് എറർ അടിക്കുന്നത്. ഇത് മാറ്റിയിട്ട് എനിക്കൊരു കസ്റ്റം പേജ് അല്ലെങ്കിൽ കസ്റ്റം എറർ പേജ് അവിടെ ഷോ ചെയ്യണം. അതാണ് ഞാനിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ നേരെ ആ സെക്ഷനിൽ തന്നെ വന്നു. എഡിറ്റ് ചെയ്തതിന് ശേഷം ആ കസ്റ്റം റെസ്പോൺസ് ബോഡി എനേബിൾ ചെയ്തു. 307 റെസ്പോൺസ് കോഡ് ഞാൻ പറഞ്ഞു കൊടുത്തു. ഹെഡർ കൊടുക്കുന്നതിന് പകരം ഞാൻ അവിടെ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത റെസ്പോൺസ് ബോഡിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാം. വേണ്ടെങ്കിൽ ആ ഡാഷ് ഇട്ട് കഴിഞ്ഞാൽ അത് ഡിസേബിൾ ആയിക്കോളും. ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത കണ്ടൻറ്റ് അവിടെ വന്നിട്ടുണ്ട്. ഞാൻ സേവ് റൂള് കൊടുത്തു. സേവ് ചെയ്യുക. ഇതെപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി ഇട്ട് വെക്കുക. ഇപ്പോൾ രണ്ടും ഉണ്ട്, സ്റ്റാറ്റസ് കോഡും കാണിച്ചിട്ടുണ്ട്, എൻ്റെ റെസ്പോൺസ് ബോഡി എന്താണോ അതും കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനപ്പോൾ സൈറ്റ് എടുത്തിട്ട് റിഫ്രഷ് ചെയ്യുവാണ്. അന്ന് റിഫ്രഷ് ആകാൻ കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ ഞാനിപ്പോൾ കൊടുത്ത റെസ്പോൺസ് ബോഡി ഏതാണോ അതാണിപ്പോൾ കാണിക്കുന്നത്. അതായത് ഇപ്പോൾ എനിക്ക് ഫോർവേഡിന് പകരം എനിക്ക് എൻ്റെ ഒരു കസ്റ്റം മെസ്സേജോ അല്ലെങ്കിൽ കസ്റ്റം പേജോ നമുക്കിവിടെ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ക്ലയൻറ്റിന് 403 വരെ നമുക്ക് ഇതേപോലെയുള്ള മെസ്സേജ് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിലുള്ള കസ്റ്റം പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് 2 യൂസ് കേസ്. വേറെയും യൂസ് കേസുകളുണ്ട്. ഹെഡർ വെച്ചിട്ട് നമുക്ക് HTTP ALB വഴി നമുക്ക് റീഡയറക്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കുക. അപ്പോൾ അതേപോലെ പ്രയോറിറ്റി മാക്സിമം ഓർഡർ ചെയ്യുക, ഫസ്റ്റ് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്കത് ഡിസേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ റൂൾ ഗ്രൂപ്പിൽ പോയിട്ട് ഏത് റൂളാണോ അത് സെലക്ട് ചെയ്യുക. എഡിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കസ്റ്റം റെസ്പോൺസ് ബോഡി എനേബിൾ ചെയ്ത് ഡിസേബിൾ ചെയ്താൽ മാത്രം മതി. ആ ടിക്ക് എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ അത് ഡിസേബിൾ ആയിക്കോളും. അപ്പോൾ ഞാൻ ജസ്റ്റ് എനേബിളിൻ്റെ ടിക്ക് എടുത്ത് മാറ്റി ഞാൻ സേവ് ചെയ്യുന്നു. എന്നിട്ട് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുവാണ്. ഡിലീറ്റ് ചെയ്താൽ ഡിലീറ്റ് ചെയ്തല്ലേ, ഇവിടെ നിന്ന് പ്രശ്നമൊന്നുമില്ല. അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഞാൻ ജസ്റ്റ് റിഫ്രഷ് ചെയ്ത് നോക്കണം. എനിക്കിപ്പോൾ 403 ഫോർവേഡനായിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ എനിക്ക് 403 എറർ അടിച്ചിട്ടുണ്ട്. ഞാനത് റിമൂവ് ചെയ്തുകൊണ്ടാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക.